ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലുറുമ്പരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ, കാട്ടിലിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതൻ സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നോ? കേട്ടോളൂ. എഴുതുവാൻ പോയ ഇടാവു വന്നീലെവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻകരകളിരങ്ങിങ്ങോളം അവനെ വിളിത്തു നടന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൽ ചൂടലിയ ചെന്നു ഭൂതം, കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. കരിയായും പുലിയായും ചെന്നു ഭൂതം,
തരികെന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇല്ല, ഈ പൊന്നാരക്കുട്ടനെ എനിക്ക് വേണം. ഈ പൊന്നും മണികളും എല്ലാം ഞാൻ കിഴികെട്ടി നിനക്ക് തരാം. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. ഇല്ല, അതിനൊക്കെ വലുതാ എനിക്ക് എന്റെ പൊന്നോമന. നിനക്ക് ഞാനെന്റെ കൊണ്ടവളെ പിഴുതെടുത്ത് തരാ. എനിക്ക് എന്റെ പൊന്നോമനെ തിരിച്ചുതാ, തിരിച്ചുതാ എന്റെ ഭൂതമേ. തെച്ചിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം, മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മാൺപോടെടുക്കുന്നോതി ഭൂതം. ഉണ്ണി, ഒരു പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല, ഇതല്ല എന്റെ ഉണ്ണി. പെറ്റ വയറിനെ വഞ്ചിച്ച് പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. അരുത്, എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം, നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. ആ ആ ആ യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്തു പുണർന്ന മൂർധാവിങ്കൽ പലവുരു ചുംബിച്ചു പത്തുരു കണ്ണ പാവം കണ്ണീർ ചോര ചൊരിയും. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണെ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം.